ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാനിവിടെ ഒരു ചില്ലി ഗാർലിക് മയോണൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഒരു 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ വൈറ്റാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റാണ് ആവശ്യം. അപ്പോൾ ഞാൻ എഗ്ഗിൻ്റെ വൈറ്റ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാനിതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഒരിക്കലും കൂടരുത്. കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാനിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൗഡറാക്കി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നാലും നമുക്ക് മയോണൈസ് റെഡിയായി വരുമ്പോൾ ആ ചില്ലിൻ്റെതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഒരു റെഡ് കളറൊക്കെ കിട്ടും. നല്ല ടേസ്റ്റുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാത്ത രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇത് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മയോണൈസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് വിനാഗിറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മിക്സിയിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ബട്ടണിൽ നമ്മൾ നേരെ ലെഫ്റ്റിലേക്കായിട്ട് ഒരു ഓപ്ഷൻ കാണാം. വൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. എല്ലാ മിക്സിയിലും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. നമുക്കിതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് നല്ല മിക്സായി പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ 1/3 ഭാഗമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തിക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ വേണം. അപ്പോൾ ഞാനിതൊന്ന് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. എനിക്ക് നല്ല തിക്കിലാണ് ഇഷ്ടം. അപ്പോൾ നല്ല തിക്കായിട്ട് നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ തിക്നെസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ബായ്.